അതെ, ഞാൻ നിങ്ങളോടൊക്കെ ഒരു സങ്കടം പറയാൻ വേണ്ടി വന്നത്. ഓരോരോ അച്ഛനമ്മമാർ ഓരോ പെൺപിള്ളാരെ കല്യാണം കഴിച്ചിടുന്നത് ഓരോരോ ആശകളോടെയല്ലേ. അങ്ങനെ തന്നെ എൻ്റെ അച്ഛനമ്മമാരും എന്നെ കല്യാണം കഴിച്ചു വിട്ടെന്നാണ് അവർ പറയുന്നത്. ഞാനും അതെ, കല്യാണം ആലോചിച്ച് വന്നപ്പോൾ തന്നെ ഈ മനുഷ്യനോട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ ഇപ്പം പറയുക ഞാൻ സൈക്കോ ആണെന്ന്. സൈക്കോ? എനിക്കിത് സഹിക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾ പറ, ശരിക്കും ആരാ സൈക്കോ എന്ന്? ഞാൻ കാര്യം പറയാം. ഞാൻ ഇച്ചിരി തേങ്ങ തിരുമ്പ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങയുടെ പീര് മൊത്തം ഇങ്ങനെ വരുത്തിനും. ആരാന്നറിയോ? എൻ്റെ കെട്ടിയോ. ഞാൻ പച്ചക്കറി അരിഞ്ഞു വെച്ചാൽ അതിനകത്ത് ക്യാരറ്റും എല്ലാം വരുത്തിനും. എന്നിട്ട് പുള്ളി പറയുന്നത് ഞാൻ ആ സൈക്കോ എന്നാണ്. ഞാൻ ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി മാത്രമേ ഓർഡർ ചെയ്യത്തുള്ളൂ. നിങ്ങൾ പറ, ഞാനൊരു സൈക്കോ ആണോ? പുള്ളി പറയുന്നത് എന്നെയും കൊണ്ട് ഏത് കടയിൽ പോയാലും അവസാനം ഞാൻ കൊടുക്കുന്ന ഓർഡർ ബിരിയാണിയാണ്. ഒരു മലയാളിയായ എൻ്റെ കല്യാണം കഴിച്ചപ്പോൾ ഏറ്റവും ചെറിയ 3 ആഗ്രഹങ്ങൾ ഞാൻ എൻ്റെ കെട്ടിയോട് പറഞ്ഞായിരുന്നു. ഇതൊക്കെ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് ആ മനുഷ്യൻ എന്നെ കല്യാണം കഴിച്ചത്. എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവോ? 1, 3 നേരം ബിരിയാണി. 2, എവിടെയെങ്കിലുമൊക്കെ യാത്ര കൊണ്ടുപോവാം. 3, ഒരു കട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം. ഇത്രയും മാത്രമേ ഞാൻ ആ മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ടും ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എന്നോട് പറയുക ഞാനൊരു സൈക്കോ ആണ്. നിങ്ങൾ പറ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുമോ? ആ വിഷമം പറയാനായിട്ട് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന എൻ്റെ തന്തേനെയും തള്ളേനെയും ഞാൻ വിളിച്ചു. പോട്ടെ, തന്തയുടെ ആരും പോട്ടെ, ഞാൻ എൻ്റെ തള്ളേനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് എന്നോട് പറയുക, എന്തുവാ ശാന്തി ഇത് കുണുകുണാന്ന് കുറേ നേരമായി നീ കിടന്ന് വിളിക്കുന്നെന്ന്. അവിടെ വീണ്ടും സൈക്കോ ഞാൻ തന്നെ. കാര്യം എന്താ നിങ്ങൾക്കറിയാമോ? ഞാൻ ഫോൺ എടുത്ത് ബോട്ടിനെ വിളിച്ചു. അതിനകത്ത് റിങ്ങിങ് കാണിക്കുന്നില്ല, കോളിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വാട്സപ്പ് എടുത്ത് ബെല്ലടിപ്പിച്ചു. അതിനകത്തും റിങ്ങിങ് കാണിക്കുന്നില്ല, കോളിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ ബോട്ടിനെ വിളിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ നമ്പർ വിളിച്ചു, അനിയത്തിയുടെ നമ്പർ വിളിച്ചു, എല്ലാവരും നമ്പർ ഞാൻ സമയം എടുത്തെടുത്ത് വിളിച്ചു. ഏതിലാണോ റിങ് അടിക്കുന്നതെന്ന് ഏറ്റവും അവസരം നോക്കി അമ്മയുടെ അതിനകത്ത് റിങ്. എന്നിട്ട് അമ്മ എന്നോട് പറയുക, എന്തോ ആ ശാന്തി ചെയ്തിട്ട് നീ കുണുകുണാന്ന് കിടന്ന് ഫോൺ ചെയ്യുന്നേ. ഇവിടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക നിൻ്റെ ഫോൺ എടുക്കാൻ. ഒന്നാതെ ഇവിടെ കറണ്ട് ഇല്ലെന്ന്. ഞാൻ എങ്ങനെ അറിയാനോ എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലെന്ന്? ഒരു വിഷമം പറയാനായിട്ട് ഞാൻ അവരുടെ വീട്ടിലോട്ട് വിളിച്ചു. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഓരോ തന്തമാരും തള്ളമാരും മക്കളെ കല്യാണം കഴിച്ചു വിടുന്നത് ഓരോരോ ഉദ്ദേശത്തോടു കൂടിയാണ്. അവരിപ്പോൾ എന്നാ ഉദ്ദേശത്തോടു കൂടി എന്നെ കല്യാണം കഴിച്ചു വിട്ടത്? പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ.